ബത്തേരി ബാങ്ക് നിയമന കോടിയിടപാടിൽ IC ബാലകൃഷ്ണന്റെ വാദം പൊളിയുന്നു. ഭാര്യയ്ക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ പണം തട്ടിച്ചെന്ന മൂലങ്കാവ് സ്വദേശി KK ബിജു NM വിജയനാണ് പണം വാങ്ങിയത്. IC ബാലകൃഷ്ണന്റെ വീട്ടിൽ ചെന്ന് നിരന്തരം ബഹളമുണ്ടാക്കിയെന്നും പിന്നീട് 3.25 ലക്ഷം വിവിധ ഘട്ടങ്ങളിലായി തിരികെ നൽകിയെന്നും ബിജു പറഞ്ഞു. വിഷയത്തിൽ KPCCക്ക് പരാതി നൽകിയിട്ടും അവഗണിച്ചുവെന്നും ബിജു പറഞ്ഞു. ഒരു 2015-16 കാലഘട്ടത്തിൽ കോഓപ്പറേറ്റീവ് ബാങ്കിൽ വൈഫിന് വേണ്ടി ജോലിക്ക് പൈസ എന്നോട് ആവശ്യപ്പെട്ടു. വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നോട് ഇത്ര രൂപ തരികയാണെങ്കിൽ ജോലി തരാമെന്ന് പറഞ്ഞു. എന്നോട് ആവശ്യപ്പെട്ടത് 10 ലക്ഷം രൂപയാണ്. ഞാൻ അഡ്വാൻസ് ആയിട്ട് 4 ലക്ഷം രൂപ ഞാൻ കൊടുത്തു. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് എന്നോട് പൈസ മേടിച്ചത്. 4 ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് ആയിട്ട് അവർക്ക് കൊടുത്തു. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ കോൺഗ്രസിൻ്റെ ആളുകളാണ് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലുണ്ടായിരുന്നത്. ആ നേതൃത്വം എന്നോട് ബാങ്ക് ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും BJP അധികാരത്തിൽ വരികയും ചെയ്തു. ആ സമയത്ത് എൻ്റെ പൈസ തിരികെ ചോദിച്ചപ്പോൾ പൈസ തന്നില്ല. പിന്നെ ഞാൻ നിരന്തരമായി ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീൻ്റെ ആളുകൾക്ക് പരാതി കൊടുത്തു. അവരത് യാതൊരു കാരണവശാലും പൈസ മടക്കിത്തരാനില്ല, അത് ചിലവായി പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ചെയ്തത് MLAൻ്റെ അടുത്ത് പരാതി കൊടുത്തു. MLAൻ്റെ അടുത്ത് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ MLA അവരെ വിളിപ്പിച്ചു. അവരെ വിളിപ്പിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇത്ര രൂപ എൻ്റെ അടുത്തുനിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് MLAനോട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചെയ്തതെന്താണെന്ന് വെച്ചാൽ എനിക്കൊരു MLA ഇടപെട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിരന്തരമായിട്ട് എല്ലാവർക്കും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. DCC പ്രസിഡൻറ്റിന് ഞാൻ വീട്ടിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തതാണ്. DCC പ്രസിഡൻ്റ് അത് മൈൻഡ് ചെയ്തില്ല. അന്നത്തെ DCC പ്രസിഡൻറ്റ് KL പൗലോസ് ആയിരുന്നു. പിന്നെ അത് മൈൻഡ് ചെയ്തില്ല. വീണ്ടും ഞാൻ KPCCക്ക് പരാതി അയച്ചിട്ടുണ്ട്. പിന്നെ ഇന്നിരിക്കുന്ന DCC പ്രസിഡൻറ്റ് ND അപ്പച്ചന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവരൊന്നും അത് മൈൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് മന്തംകൊല്ലി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ നോമിനേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം മരിച്ചുപോയ ബാലേന്ദ്രേട്ടൻ അന്ന് ഇലക്ഷൻ്റെ ചെയർമാനായിരുന്നു. എന്നോട് ഗോപിനാഥ് മാഷ് വീട്ടിലേക്ക് വരാൻ വരികയും അവിടെ വെച്ച് 50,000 രൂപ എനിക്ക് തരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ 3,25,000 രൂപ എനിക്ക് പല തവണകളായിട്ട് നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് 3,25,000 രൂപ റിട്ടേൺ തന്നിട്ടുണ്ട്. KPCC പ്രസിഡൻറ്റ് വർക്കിംഗ് പ്രസിഡൻ്റായിരുന്ന പിന്നെ എന്താ പേര് KT തോമസിന് ഞാൻ ലെറ്റർ അയച്ചു. PT തോമസിന് ഞാൻ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ലെറ്ററിൻ്റെ മറുപടിയാണ് താങ്കൾ 27/9/2021 KPCC പ്രസിഡന്റിന് അയച്ച കത്ത് ലഭിച്ചു. ആയത് പ്രസിഡന്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ വർക്കിംഗ് പ്രസിഡന്റ് അയച്ച ലെറ്ററാണിത്. അപ്പോൾ ഇതിന് ശേഷവും എനിക്ക് ഈ പൈസ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. 2021 ഞാൻ ഈ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് KPCC പ്രസിഡൻ്റായിരുന്ന സുധീരൻ സാറ് വന്നപ്പോൾ ഒരു കമ്മീഷനെ വെക്കുകയും ആ കമ്മീഷനോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞതുമാണ്. ഒരു 3 ഷീറ്റോളം കമ്മീഷൻ ഇതിൻ്റെ റിപ്പോർട്ട് എഴുതി പോയതാണ്. അതിനും ഒരു മറുപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് ആരോട് ചോദിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു അറിവില്ല. കാരണം NM വിജയേട്ടൻ മരിച്ചുപോയി, തേയിലക്കാട്ട കുഞ്ഞേട്ടൻ മരിച്ചുപോയി, ബാലേന്ദ്രേട്ടൻ മരിച്ചുപോയി. ഇവരൊക്കെ ആയിരുന്നു നമ്മൾ ഈ ബന്ധപ്പെട്ട ആൾക്കാർ. ഇനിയിപ്പോൾ നമുക്കിത് ആരോട് ചോദിക്കുമെന്നതിനെക്കുറിച്ച് വലിയൊരു വ്യക്തതയില്ല. പക്ഷെ എന്നിരുന്നാലും അന്നത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഈ പൈസകൾ മുഴുവൻ വാങ്ങിയിട്ടുള്ളത്. അന്ന് NM വിജയേട്ടൻ DCC ജില്ലാ ട്രഷറാണ്. NM വിജയേട്ടൻ ജില്ലാ ട്രഷറാണെന്ന്. KL പൗലോസ് അന്ന് DCC പ്രസിഡൻ്റാണ്. പക്ഷെ ഞാൻ ചോദിച്ചു, ഒരു രേഖയും തരാത്തപ്പോൾ ഈ പൈസയ്ക്ക് എന്താണെന്ന് വെച്ചപ്പോൾ ജില്ലാ ഘടകം അറിഞ്ഞുകൊണ്ടാണ് മേടിക്കുന്നത്, ഞാൻ സ്വന്തമായിട്ടല്ല പൈസ മേടിക്കുന്നതാണ് അന്നത്തെ ജില്ലാ ട്രഷറായിരുന്ന NM വിജയേട്ടൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഈ പൈസ ഇവർ തരായിരുന്നപ്പോൾ ഞാൻ MLAയുടെ വീട്ടിൽ പോയി MLAക്ക് പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ MLA അങ്ങോട്ട് വിളിപ്പിക്കുകയും എനിക്ക് പൈസ ഇവരുടെ അടുത്ത് കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ MLAക്ക് പരാതി കൊടുത്തത്. അങ്ങനെ ഇവർ NM വിജയേട്ടനോടും തേയിലക്കാട് കുഞ്ഞേട്ടനോടും പിന്നെ ഇവർ പോയി സംസാരിച്ചു, അവിടെ പോയി സംസാരിച്ചു. അതിൻ്റെ എന്നെ വിളിപ്പിക്കുക ബിജുവിൻ്റെ പൈസയ്ക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തായാലും എത്രയും പെട്ടെന്ന് പൈസ തരും. അങ്ങനെ 2 ലക്ഷം രൂപ എനിക്ക് ആ പറഞ്ഞ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നിരന്തരമായിട്ട് ഞാൻ MLAൻ്റെ വീട്ടിൽ പോകുമായിരുന്നു ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. IC ബാലകൃഷ്ണൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അവിടെ നിന്നാണ് ഇതൊരു 2 ലക്ഷത്തിൻ്റെ തീരുമാനം ഉണ്ടായത്. ആ പൈസ അവിടെ നിന്ന് തരും. അവിടെ നിന്നല്ല തന്നെ NM വിജയേട്ടനാണ്. IC ബാലകൃഷ്ണൻ ഈ തട്ടിപ്പ് ഈ ഇത്തരത്തിൽ പണമിടപാട് നടത്തിയ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പൈസ മേടിക്കുന്നതെന്നാണ് പറഞ്ഞത്.
ഒരാളെ പേരങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല. ജില്ലാ നേതൃത്വത്തിന് അറിയാമെന്നാണ് എന്നെ വിജയേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അനൂപ് KR ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. അനൂപ്, ഒന്നും അറിയില്ലെന്ന് IC ബാലകൃഷ്ണൻ ആവർത്തിക്കുമ്പോഴാണ് കൂടുതൽ പേർ തെളിവ് സഹിതം വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നത്. രണ്ട് കാര്യങ്ങളിലാണ് ഇതിലൂടെ ഒരു വ്യക്തത വരുന്നത്. ഒന്ന്, ഇത്തരത്തിൽ നടന്ന അഴിമതികളെ സംബന്ധിച്ച് തനിക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം SC ബാലകൃഷ്ണൻ MLA പങ്കുവച്ച കാര്യം. അത് പൊളിയുകയാണ്. SC ബാലകൃഷ്ണൻ MLAയുടെ വീട്ടിൽ വെച്ച് നടന്ന പല ഘട്ടത്തിൽ പല വിധത്തിൽ നടന്ന ഒത്തുതീർപ്പുകൾ മധ്യസ്ഥ ചർച്ചകൾക്ക് ശേഷമാണ് ഈ പണം തനിക്ക് തിരികെ ലഭിച്ചത് എന്നാണ് ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്ത് വന്ന ബിജു KJ എന്ന മൂലങ്കാവ് സ്വദേശിയായ കീഴ്പിള്ളിൽ ബിജു KK എന്ന വ്യക്തി പറയുന്നത്. ഏതായാലും അത് ഇത്തരം അഴിമതികളുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും അറിയില്ല എന്നുള്ള IC ബാലകൃഷ്ണൻ നേരത്തെയുള്ള വാദം പൊളിക്കുന്നതാണ്. രണ്ട്, ഈ വിധത്തിൽ നടന്ന അഴിമതി ഒരു ബാങ്കിലല്ല മറ്റ് പല ബാങ്കുകളിലായി നടന്നു എന്നുള്ളത് ഗൗരവകരമായ കാര്യം കൂടി വെളിപ്പെടുത്തുന്നതാണ്. ഈ അഴിമതി നടക്കുന്നത് ബത്തേരി കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇടനിലക്കാരനായി നിന്നത് ഈ സംഭവങ്ങളിൽ ഇതുവരെ വെളിപ്പെടുത്തലുകളെല്ലാം പുറത്തു വന്നതുപോലെ GCC ജില്ലാ ട്രഷറായിരുന്ന മരണപ്പെട്ട NM വിജയനാണ്. ഏതായാലും അത് സംബന്ധിച്ചും ഒരു വ്യക്തത ഈ കാര്യങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള പ്രതികരണത്തിൽ KK ബിജു പറയുന്നു. 8 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. പിന്നീട് അത് 10 ലക്ഷം രൂപയായി തുടർന്നു. 4 ലക്ഷം രൂപ അങ്ങനെ കൊടുത്തു എന്നും KK ബിജു പറയുന്നു. നൂൽപ്പുഴ പഞ്ചായത്തിലെ മൂലങ്കാവിൽ പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ കീഴിലുള്ള സൊസൈറ്റിയിൽ ഒരു ജോലി നൽകുകയും ചെയ്തു. എന്നാൽ അത് താൽക്കാലികമായിരുന്നു. ദിവസം 350 രൂപയാണ് അന്ന് പ്രതിദിന വേതനമായി പറഞ്ഞത്. എന്നാൽ 100 രൂപ മാത്രം നൽകി ഒരു ജോലിയിൽ പ്രവേശിപ്പിച്ചു. അന്ന് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന മധു സെബാസ്റ്റ്യനാണ് അന്ന് ഉണ്ടായിരുന്നത്. ബാക്കി വേതനം പിന്നീട് നൽകാമെന്ന് പറഞ്ഞു. ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ പരാതികളിൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തലിൽ പ്രധാനമായും ഉള്ളത്. ഏതായാലും പിന്നീട് ജോലി ഇല്ലാത്ത സാഹചര്യമുണ്ടായി. അതോടുകൂടി പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പണം തിരികെ നൽകില്ലെന്ന് പറഞ്ഞു. അത് തുടർന്നാണ് വലിയ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും എല്ലാം ഉണ്ടായത്. ഈ ബിജു KK എന്ന വ്യക്തി തുടർന്ന് നിരന്തരമായ സമ്മർദ്ദം നേതാക്കളെ ചോദിച്ചു. എല്ലാവർക്കും പരാതി അയച്ചു. KPCC അംഗങ്ങൾക്കെല്ലാം അദ്ദേഹം പരാതി അയച്ചു. അതിൽ ഒരു പരാതിക്ക് മാത്രമാണ് VT തോമസ് ഒരു മറുപടി നൽകുന്നത്. ഇത് KPCC പ്രസിഡന്റ്, അന്നത്തെ KPCC പ്രസിഡന്റ് ശ്രദ്ധയിൽ പെടുത്തി എന്ന ഒരു കത്ത് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ വിധത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ KPCC നേതൃത്വത്തിന് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ പരാതി ലഭിക്കുകയും അത് സംബന്ധിച്ചുള്ള ഒരു പരാതികൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ വീണ്ടും ഒരു തെളിവാവുക കൂടിയാണ് ഈ പരാതി അല്ലെങ്കിൽ ഈ കത്ത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ അഴിമതികളുടെ ഒരേട് കൂടിയാണ് ഈ വിധത്തിൽ പുറത്തു വരുന്നത്. അത് ബത്തേരി അർബൻ ബാങ്കിന്റെ അല്ലെങ്കിൽ ഗ്രാമവികസന സഹകരണ ബാങ്കിന്റെ മാത്രം കാര്യമല്ല, അത് കോഓപ്പറേറ്റീവ് ബാങ്ക്, ബത്തേരി കോഓപ്പറേറ്റീവ് ബാങ്ക് ഉൾപ്പെടെയുള്ള വിവിധ ബാങ്കുകളിൽ നടന്ന വലിയൊരു അഴിമതിയിലേക്ക് കൂടി വെളിച്ചം വീശുന്നതാണ് ഏതായാലും ബിജു KKയുടെ ഈ പ്രതികരണം. ശരി, അനൂപ് KR ആണ് വിവരങ്ങൾ നൽകിയത്.